എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ലിറ്റോറയുടെ 2ാം ദിവസത്തിലേക്കാണ്. ഇന്ന് തുടങ്ങുന്നത് തന്നെ അധ്യാപക ലോകത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. നമ്മുടെ 2 ഗസ്റ്റ് ഏറ്റവും സന്തോഷത്തോടു കൂടി പരിചയപ്പെടുത്തുകയാണ്. പ്രശസ്ത സാഹിത്യകാരനായ വി.ആർ. സുധീഷിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. സുധീഷ് സാറിൻ്റെ ഏതെങ്കിലും ഒരു കഥ പഠിക്കാതെ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും നമ്മുടെ ഈ MES കുടുംബത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട 2 അതിഥികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ സുധീഷ് സാറ് 2ാമത്തെ തവണയാണ് നമ്മുടെ കോളേജിലേക്ക് വരുന്നത്. സാർ ഇതിൻ്റെ മാറ്റമൊക്കെ കണ്ടു സൂചിപ്പിക്കുകയും ചെയ്തു. അതുപോലെ നമ്മുടെ KVT സാറ് ഏറെ അഭിമാനത്തോടു കൂടി പരിചയപ്പെടുത്താം. എൻ്റെ അധ്യാപകനായിരുന്നു മലബാർ ക്രിസ്ത്യൻ കോളേജിൽ. സാറിനെയും നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. വി.ആർ. സുധീഷ് നമുക്കറിയാം, വടകരയിലാണ്. സാർ ഇപ്പം കോഴിക്കോടാണ് താമസിക്കുന്നത്. പ്രശസ്ത ചെറുകഥാകൃത്ത് മാത്രമല്ല, ഇപ്പം ഈ അടുത്തിറങ്ങിയ ആരോ എന്ന ഒരു ഷോർട്ട് ഫിലിം, മമ്മൂട്ടി കമ്പനീസ് ഇറക്കിയ ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ റൈറ്ററാണ്. അദ്ദേഹത്തെ നമ്മൾ പ്രൊഫൈൽ പരിചയപ്പെടുമ്പോൾ മടപ്പള്ളി ഗവൺമെൻറ് കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, മദിരാശി യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കോഴിക്കോട് സർവകലാശാല തലത്തിൽ 2 തവണ മികച്ച കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഭവനഭേദനം എന്ന കഥാസമാഹാരത്തിന് 2014 കുറുക്കൻ മാഷിൻ്റെ സ്കൂൾ എന്ന ബാലസാഹിത്യത്തിന് 2017 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഇടശ്ശേരി അവാർഡ്, ഭീമ ബാലസാഹിത്യ പുരസ്കാരം, CV ശ്രീരാമൻ പുരസ്കാരം, TV കൊച്ചുഭാവ പുരസ്കാരം, UR അനന്തമൂർത്തി പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട്. 60ഓളം കൃതികൾ രചിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഈസ്റ്റ് പ്രപഞ്ചത്തിൽ താമസിക്കുന്നു. സാറിന് ഞങ്ങളുടെ MES കുടുംബത്തിലേക്ക് ഏറ്റവും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനായ ഡോക്ടർ KV തോമസ് സാറും എരഞ്ഞിപ്പാലത്താണ് താമസിക്കുന്നത്. സാറ് കോട്ടയം ജില്ലയിലാണ് ജനനം. അതുപോലെ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ്, ചങ്ങനാശ്ശേരി SB കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. ചങ്ങനാശ്ശേരി SB, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ മലയാളം PG വിഭാഗം അധ്യക്ഷനായി വിരമിച്ചു. ശേഷം ദേവഗിരി സെൻറ് ജോസഫ് വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. മലയാളം PG ബോർഡ് ഓഫ് സ്റ്റഡീസ്, ഫാക്കൽറ്റി, അക്കാദമിക് കൗൺസിൽ എന്നിവയിൽ അംഗമായിരുന്നു. കോഴിക്കോട് MG ദ്രവീഡിയൻ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ഗൈഡ് 40-ലധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. കുമാരനാശാൻ്റെ പദ്യകൃതികൾ സമാഹരിച്ചു പ്രസിദ്ധപ്പെടുത്തി. അമീഷ് ത്രിപാഠിയുടെ സീത, ഗിരീഷ് കർണാടിൻ്റെ തുഗ്ലക്, ടോൾസ്റ്റോയുടെ ഇവാൻ്റെ കഥ എന്നീ ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തി. MP പോളിൻ്റെ സമ്പൂർണ്ണ കൃതികൾ സമാഹരിച്ചു. MP പോൾ ട്രസ്റ്റ് ചെയർമാൻ. നഗരത്തിൽ പറഞ്ഞ സുവിശേഷം എന്ന ഗ്രന്ഥത്തിന് 2003 ഉറൂബ് അവാർഡും 2005 ഖസാക്ക് അവാർഡും ലഭിച്ചു. ആധുനിക മലയാള ശൈലി എന്ന ഗ്രന്ഥം 2007 ബ്രിട്ടീഷ് പാർലമെൻറ്റിലാണ് പ്രകാശിപ്പിച്ചത്. ഈ ഗ്രന്ഥം ചെന്നൈയിലെ തിരുവള്ളൂർ ട്രസ്റ്റിൻ്റെ പുരസ്കാരം നേടി. 2012 ഹെർമൻ ഗുണ്ടർട്ട് ഫൗണ്ടേഷൻ 2011 സമഗ്ര സംഭാവനയ്ക്കുള്ള ഗുണ്ടർട്ട് അവാർഡ് നൽകി ആദരിച്ചു. 2011 ഏറ്റവും നല്ല കോളേജ് അധ്യാപകനുള്ള കോഴിക്കോട് സർവകലാശാലയുടെ പ്രൊഫസർ MM ഗനി പുരസ്കാരം നേടി. കോളമിസ്റ്റും TV അവതാരകനുമാണ്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് സുവർണരേഖയിൽ താമസം. സാറിനെയും ഏറ്റവും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നമ്മുടെ MES കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മൾ ഇന്നത്തെ സെഷൻ കാരൂർ കഥകളുടെ അധ്യാപക ലോകത്തിൽ നിന്നും ഇന്നത്തെ കാലത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടാണ്. കാരൂരിൻ്റെ ചരമത്തിൻ്റെ 50ാം വാർഷികമാണ് നമ്മൾ സ്മരിക്കുന്നത്. ഈ അവസ്ഥയിൽ കാരൂർ കഥകളെക്കുറിച്ചും കാരൂർ കഥകളിലെ കാലത്തെ അധ്യാപക ലോകത്തെക്കുറിച്ചും സംസാരിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വി.ആർ. സുധീഷ് സാറിനോട് ആവശ്യപ്പെടുകയാണ്.
എല്ലാവർക്കും നമസ്കാരം. കാരൂർ നീലകണ്ഠപിള്ള എന്ന കഥാകൃത്ത് മൺമറഞ്ഞു പോയിട്ട് 50 വർഷമായി. 2025 മലയാള കഥയിലെ ഏറ്റവും മികച്ച ഒരു ക്രാഫ്റ്റ് മാനായിരുന്നു കാരൂർ. അദ്ദേഹത്തിൻ്റെ കഥകളിൽ നിന്നാണ് എങ്ങനെ കഥ എഴുതാം, എങ്ങനെ കഥയുടെ രൂപപരിണാമങ്ങളെ സൂക്ഷ്മത്തിൽ പിന്തുടരാം എന്നൊക്കെ എന്നെപ്പോലെയുള്ള പിൽക്കാല കഥാകൃത്തുക്കളെ അന്വേഷിച്ചത്. കാരൂരിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ഒരു കഥാകൃത്തും ഇല്ല. എല്ലാവർക്കും കാരൂരിൽ നിന്ന് പഠിക്കാനുണ്ട്. കാരൂർ പഠിച്ചതൊക്കെയും കഥ എഴുതി പഠിച്ചതൊക്കെയും തൻ്റെ ചുറ്റുപാടിൽ നിന്നും അതുപോലെ തൻ്റെ അനുഭവങ്ങളിൽ നിന്നുമാണ്. അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഒരു വലിയ ശതമാനം അധ്യാപക കഥകളാണ്. അധ്യാപക കഥകൾ എന്ന് പറയുമ്പം അന്നത്തെ അധ്യാപകർ ഇന്നത്തെ അധ്യാപകരെ പോലെയല്ല. ഇന്നത്തെ അധ്യാപകരൊക്കെ സമ്പന്നരാണ്, വലിയ ശമ്പളം മേടിക്കുന്നവരാണ്. അന്നത്തെ അധ്യാപകരൊക്കെ മാനേജ്മെൻറ്റ് സ്കൂളിൽ വളരെ തുച്ഛം ശമ്പളത്തിന് ജോലി ചെയ്തവരാണ്. അവരുടെ വീട്ടിലൊക്കെ വലിയ ദാരിദ്ര്യമായിരുന്നു. ഒറ്റ മുണ്ടും ഷർട്ടും ഇട്ട് അത് തന്നെ അലക്കി തേക്കാതെ അല്ലെങ്കിൽ വെയിലത്ത് ഇട്ട് അടുത്ത ദിവസം അത് തന്നെ ധരിച്ച് പോയ ഒരു കാലമാണ്, അധ്യാപകരുടെ ഒരു കാലമാണ് അന്നത്തെ കാലം. വളരെ ദുരിതമയമായിരുന്നു അന്നത്തെ അധ്യാപകരുടെ ജീവിതം. അവർക്ക് ഏത് സമയവും ഭീഷണി ഉണ്ടായിരുന്നു. കാരണം ഏത് സമയത്തും മാനേജ്മെൻറ്റിന് അവരെ പിരിച്ചുവിടാം. അത് ഒരു സ്ഥിരം ജോലിയല്ല. ഒരു കഥ നിങ്ങൾ കേട്ടിരിക്കും, കാരൂരിൻ്റെ. ആ കഥയുടെ പേര് പൊതിച്ചോറ് എന്നാണ്. ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ ഉച്ചഭക്ഷണം, സ്കൂൾ വിദ്യാർത്ഥി കൊണ്ടുവന്ന ഉച്ചഭക്ഷണം ഉച്ചക്ക് ആ കുട്ടി നോക്കുമ്പോൾ കാണുന്നില്ല. അതാരോ കട്ട് ഭക്ഷിച്ചു. ആരാണെന്നുള്ള അന്വേഷണം ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ലാസ്സിലെ അധ്യാപകൻ തന്നെ, പ്രധാന അധ്യാപകൻ തന്നെ പറയുകയാണ്, ആ പൊതിച്ചോറ് മോഷ്ടിച്ചത് ഞാനാണ്. എൻ്റെ നിവൃത്തികേട് കൊണ്ട് ഞാനത് ചെയ്തതാണ്. എന്നിട്ട് അയാളുടെ നിവൃത്തികേട് പറയുകയാണ്. അയാളുടെ വീട്ടിലെ ദാരിദ്ര്യവും അയാളുടെ പൊറുതികേടും ഒക്കെയും പറഞ്ഞിട്ട് അവസാനം ചോദിക്കുകയാണ്, പിന്നെ ഇതല്ലാതെ ഞാൻ എന്താണ് പിന്നെ ചെയ്യുക എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ കഥ അവസാനിക്കുന്നത്. ഇങ്ങനെ അന്നത്തെ അധ്യാപകരുടെ സകലമാന ദുരിതങ്ങളും ആവിഷ്കരിച്ച എത്രയോ ഏറെ കാരൂർ കഥകളുണ്ട്. ഇന്ന് നമ്മളത് വായിക്കുമ്പോൾ നമ്മളൊരു ആർക്കൈവ്സ് കാണുന്നത് പോലെ തോന്നും. പലപ്പോഴും നമുക്കത് വിശ്വാസമാവില്ല. കാരണം നമ്മൾ ഇന്നത്തെ അധ്യാപകരെ കണ്ട് ശീലിച്ചവരാണ്, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായുള്ള അധ്യാപകരെ കണ്ട് ശീലിച്ചവരാണ്. ഇതൊരു 10, 50, 60 വർഷങ്ങൾക്ക് മുമ്പുള്ള അധ്യാപകരാണ്. അവരൊക്കെ പരമദരിദ്രരായിരുന്നു. അന്നത്തെ ഒരു സ്കൂളിലെ തൂപ്പുകാരന് അധ്യാപകനേക്കാൾ കൂടുതൽ ശമ്പളം ഉണ്ടായി. അന്നത്തെ സ്കൂളിലെ തൂപ്പുകാരന് 30 രൂപ ശമ്പളമായിരുന്നു. അധ്യാപകനുള്ളത് 5 രൂപ മാത്രമാണ്. അപ്പോൾ ഈ അധ്യാപകൻ, ധാരാളം പഠിച്ച ഈ അധ്യാപക ജോലി ഉപേക്ഷിക്കുവാൻ വേണ്ടിയിട്ട് തൂപ്പുകാരൻ്റെ തസ്തികയിലേക്ക് അപേക്ഷ അയക്കുന്ന ഒരു കഥ കാരൂർ എഴുതിയിട്ടുണ്ട്. എനിക്ക് അധ്യാപക ജോലി വേണ്ട, എനിക്ക് ആ തൂപ്പുകാരൻ്റെ ജോലി മതി എന്ന് പറഞ്ഞ് ആ തൂപ്പുകാരൻ്റെ ജോലിക്ക് അപേക്ഷ അയക്കുകയാണ്. കാരണം തൂപ്പുകാരന് ഇയാളെക്കാട്ട് വലിയ ശമ്പളമുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ദയനീയ അവസ്ഥകളാണ് കാരൂർ ഈ തൻ്റെ അധ്യാപക കഥകൾ എന്ന് പറയുമ്പോൾ ഒരു 10-20ഓളം അധ്യാപക കഥകളുണ്ടായിരിക്കും. കാരൂർ ഒരു 10-100ഓളം കഥകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ അധ്യാപക കഥകളിൽ മാത്രം തളച്ചിടപ്പെടേണ്ടുന്ന ഒരു കഥാകൃത്തല്ല അദ്ദേഹം. അതിന് പുറത്തായിട്ട് അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും വലിയ കഥകൾ,
ഏറ്റവും വലിയ കഥകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും മഹത്വമുള്ള കഥകൾ എഴുതിയ ആളാണ്. മോതിരം പോലുള്ള, മരപ്പാവകൾ പോലുള്ള, ചെകുത്താൻ പോലുള്ള, വള്ളക്കാരൻ പോലുള്ള കഥകൾ എഴുതിയ ആളാണ്. ആ കഥകളൊക്കെ വായിച്ചാൽ ഇന്നും നമ്മൾ വിസ്മയിക്കും. അത്രയ്ക്ക് വലിയ ക്രാഫ്റ്റ്മാൻഷിപ്പാണ്. കൂടുതൽ വാചകങ്ങളൊന്നുമില്ല. ചുരുങ്ങിയ വാചകങ്ങളെ കൊണ്ട് എങ്ങനെ സൂക്ഷ്മത്തിൽ ഒരു കഥ എഴുതാം എന്നാണ് കാരൂരിൻ്റെ കഥ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ കാരൂരിൽ നിന്ന് കഥ പഠിച്ച ഒരാളാണ് ഞാൻ. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു കഥ പഠിക്കാനുണ്ടായിരുന്നു. അത് കാരൂരിൻ്റെ കഥയാണ്. ആ കഥയുടെ പേര് കുട നന്നാക്കാനുണ്ടോ എന്നാണ്. ഒരു തൊഴിലന്വേഷിയായ ഒരു യുവാവ് എന്നും രാവിലെ ഇൻ്റർവ്യൂവിന് പോകും, പലതരത്തിലുള്ള ഇൻ്റർവ്യൂവിന് പോകും. ആ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ച് വരും. അയാൾക്കൊരിക്കലും ജോലി കിട്ടുന്നില്ല. പിന്നെ ഒരു ദിവസം ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി തുനിയുമ്പോഴാണ് മുറ്റത്ത് ഇയാൾ കണി കാണുന്നത് ഒരു കുട നന്നാക്കുന്നവനെയാണ്. അങ്ങനെയാണ് കഥ തുടങ്ങുന്നത്. അപ്പോൾ ലക്ഷണക്കേടായിട്ടാണ് അയാൾക്കത് തോന്നുന്നത്. കുട നന്നാക്കാനുണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ഒരു കുട നന്നാക്കുന്നവന് രാവിലെ തന്നെ കണി കണ്ടിട്ട് വേണം ഇയാൾക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകാൻ. അപ്പോൾ അയാളെ ശപിച്ചുകൊണ്ടാണ് പോകുന്നത്. നിർഭാഗ്യത്തിന് ആ ജോലി കിട്ടിയതുമില്ല. പക്ഷെ തിരിച്ചു വരുമ്പോഴും ഈ കുട നന്നാക്കുന്നവനെ കാണുന്നു. ഇയാളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഈ കുട നന്നാക്കുന്നവൻ. കാരണം ഈ കുട നന്നാക്കുന്നവൻ തൻ്റെ ആ കർമ്മത്തിൽ, തൻ്റെ ആ ജോലിയിൽ കാണിക്കുന്ന ആ ഒരു സത്യസന്ധതയും ആ ഒരു ആത്മാർത്ഥതയും അതിൻ്റെ ഒരു വലിയ ശുഷ്കാന്തിയൊക്കെയാണ് ഇയാളെ ആകർഷിക്കുന്നത്. മറ്റൊന്നും അയാൾ കേൾക്കുന്നില്ല. മറ്റു പലരും പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ കുട നന്നാക്കി വേറൊരാൾക്ക് കൊടുക്കുന്നു, അടുത്തയാളെ വിളിക്കുന്നു. അങ്ങനെ അതിൽ തീർത്തും നിമഗ്നനായിട്ട് വ്യാപൃതനായിട്ട് മാറുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ തൊഴിലന്വേഷിയായിട്ടുള്ള യുവാവിന് ഈ കുട നന്നാക്കുന്ന ആളോട് ഒരു ബഹുമാനവും ഒരു ആരാധനയും ഒരു സ്നേഹമൊക്കെ തോന്നിയിട്ട് തൊഴിലിൽ ഇയാളെ മാതൃകയാക്കണം ഞാൻ എന്നുള്ള ഒരു ബോധ്യം വരികയാണ്. അങ്ങനെ ആ ബോധ്യത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി വീട്ടിലേക്ക് പോവുകയും വീട്ടിലെത്തി ആരും ഇല്ല എന്ന് ചുറ്റുവട്ടത്ത് നോക്കിയിട്ട് പതുക്കെ അയാളോട് എന്നെ ചോദിക്കുകയാണ് കുട നന്നാക്കാനുണ്ടോ എന്ന്. അവിടെയാണ് ആ കഥ അവസാനിക്കുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കഥ എന്തുകൊണ്ടോ അന്നത്തെ കുട്ടിയായ എൻ്റെ മനസ്സിലേക്ക് ഈ കഥ കയറി വരികയും ഈ കഥയുടെ രചനാരീതിയും അതിലെ നർമ്മവും അതിലെ സന്ദേശവും അതിലെ ക്രാഫ്റ്റുമൊക്കെയും എന്നെ ആകർഷിക്കുകയും അതിൽ പിന്നീടായിട്ട് ഞാൻ ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് കഥകൾ എഴുതുകയും ചെയ്തു. ഇന്നും എൻ്റെ കഥയെഴുത്തിൻ്റെ ആചാര്യൻ കാരൂർ നീലകണ്ഠപിള്ളയാണ്. ഇന്നും ഒരു കഥ എഴുതാൻ തുനിയുമ്പോൾ ഞാൻ ആദ്യം എന്നോട് തന്നെ ആരും കേൾക്കാതെ ചോദിക്കുന്നത് കഥ നന്നാക്കാനുണ്ടോ എന്നാണ്. സർ, അടുത്ത ഒരു കാര്യം ചോദിക്കാനുള്ളത് KT സാറോടാണ്. കാരൂരിൻ്റെ കഥകളിൽ ശമ്പളത്തിൻ്റെ അപര്യാപ്തതയ്ക്കെതിരെയുള്ള ഒരു ശബ്ദമുയർത്തൽ മാത്രമായി ഈ കഥകളെ കാണരുത് എന്ന് MT വാസുദേവൻ നായർ പറയുന്നുണ്ട്. മറ്റ് പല കാര്യങ്ങളും നമ്മോട് സംവദിക്കുന്നുണ്ട് കാരൂരിൻ്റെ കഥകൾ. അതെന്തെല്ലാമെന്ന് സാറിനൊന്ന് വിശദീകരിക്കാൻ. സുധീഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 10-20 കഥകൾ അധ്യാപക ജീവിതത്തെ സംബന്ധിച്ചിട്ടുണ്ട്. ഈ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിനൊരു വിശദീകരണം കൂടെ പറഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു, അല്ലെ പിന്നെ വിട്ടു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ, അത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരൂരും ആ കാലത്ത് കഥ എഴുതിയ ഈ പൊറ്റക്കാടും പൊൻകുന്നം വർക്കിയും ഒക്കെ അധ്യാപകരുടെ ദുരിതങ്ങൾ വിഷയമാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അക്ബർ കക്കട്ടിൽ വരെ അധ്യാപകരെ പലതരത്തിലും അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഥകളിൽ ഒരിടത്തും അധ്യാപന ജീവിതത്തിൻ്റെ നൈതികത വിഷയമായിട്ടില്ല. ഇപ്പോൾ കാരൂരായാലും പൊറ്റക്കാടായാലും, പൊറ്റക്കാടിൻ്റെ കണ്ടാമൃഗം എന്നൊക്കെ പറയുന്ന കഥ, കാരൂരിൻ്റെ സുധീഷൂടെ പറയാത്ത അത്ഭുത മനുഷ്യൻ എന്ന കഥ നിങ്ങൾക്കറിയാമായിരിക്കും.
അതായത് ഒരു ഗ്രാൻഡ് സ്കൂൾ, അന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പോലെയുള്ള ശമ്പള വ്യവസ്ഥയല്ല. സർക്കാർ എന്തെങ്കിലും ഒരു ഗ്രാൻഡ് മാനേജർക്ക് കൊടുക്കും, മാനേജർ സൗകര്യം ഉള്ളപ്പോൾ അതിലൊരു തുക അധ്യാപകന് കൊടുക്കും. 5 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 5 രൂപ തന്നെ കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അധ്യാപകനെ കുടുംബം പുലർത്താൻ വലിയ പ്രയാസമാണ്. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് മാനേജറുടെ അടുത്ത് ചെന്ന് ചില പൈസ അഡ്വാൻസ് ചോദിച്ച് മാസം തോറും ഒന്നും കിട്ടുകയില്ല, എപ്പോഴെങ്കിലുമാണ് ഇത് കിട്ടുന്നത്. പൈസ കിട്ടാതെ ദരിദ്രനായ ഈ പട്ടിണിയായി അധ്യാപകൻ ഇങ്ങനെ ആരുടെയോ കരുണ കൊണ്ട് ആ ഒരു എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു അത്ഭുത മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് വെച്ച ഒരാളിരിക്കുന്നു. അങ്ങനെ നടക്കുമ്പോൾ ഈ സർക്കസിൻ്റെ ഈ എക്സിബിഷൻ്റെ ആ നടത്തിപ്പുകാരനോട് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ അത്ഭുത മനുഷ്യനായിട്ട് ഇവിടെ ഇരിക്കാം. അപ്പോൾ ഈ മറ്റേ ആൾക്ക് ലീവാണ്, അതുകൊണ്ട് ഇയാളെ പിടിച്ച് അവിടെ അത്ഭുത മനുഷ്യനായിട്ട് ഇരുത്തി. അപ്പോഴാണ് മാനേജർ അതിൽ വരുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ നീലകണ്ഠപ്പള്ളി അങ്ങനെ എന്തോ ആണ് ഈ അധ്യാപകൻ്റെ പേര്. താൻ എന്നാടോ അത്ഭുത മനുഷ്യനായത്, എന്തോന്ന് അത്ഭുതമാണ് തനിക്കുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾ വല്ലപ്പോഴും തരുന്ന ഈ 3 രൂപ കൊണ്ട് 9 പേരടങ്ങുന്ന ഈ കുടുംബത്തെ പുലർത്തുന്ന ഒരു അത്ഭുതമല്ലേ. ഇങ്ങനെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, വാടക കൊടുക്കണം, ഇങ്ങനെയൊക്കെ എന്നിട്ട് ഞങ്ങളൊക്കെ ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുന്നതിനേക്കാൾ വലിയൊരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പിറ്റേന്ന് തന്നെ മാനേജർ ഇയാളെ പിരിച്ചു വിട്ടുകൊണ്ട് അയാളെ അത്ഭുത മനുഷ്യൻ അല്ലാതാക്കിയെന്നാണ് കഥ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കഥ. അതുപോലെയാണ് പൊറ്റക്കാടിൻ്റെ കണ്ടാമൃഗം. ഇതുപോലെ തന്നെ കുട്ടികളുടെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ അധ്യാപകന് ഗ്രാൻഡ് കിട്ടുക, അല്ലെങ്കിൽ ജോലി ഉറപ്പ്. ഇപ്പോൾ കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ട് വീടുകൾ തോറും നടന്ന് ഇൻസ്പെക്ഷൻ വരുന്നതിന് മുമ്പ് അങ്ങനെ നടക്കുന്ന ഒരു അധ്യാപകൻ, അയാൾ അന്നൊന്നും കഴിച്ചിട്ടില്ല, അങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഇയാൾ ഇപ്പോൾ ഇൻസ്പെക്ഷൻ്റെ ദിവസമാണ്, ഇയാൾക്ക് അത്യാവശ്യം കുട്ടികളെയൊക്കെ ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തിയിട്ട് അയാൾ അവിടെ ഇന്നൊന്നും ഉറങ്ങിപ്പോയി. ഉറങ്ങുമ്പോഴാണ് ഇൻസ്പെക്ടർ വന്ന് കയറുന്നത്. അപ്പോൾ ഇയാൾ കണ്ടാമൃഗത്തെ പറ്റിയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബോർഡിൽ കണ്ടാമൃഗം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പഠിപ്പിക്കുന്നതിൻ്റെ ഇയാൾ അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഇൻസ്പെക്ടർ കയറി വരുന്നത്. പിള്ളേർ പറഞ്ഞു, സാർ ഇൻസ്പെക്ടർ. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. ഇയാൾ എഴുന്നേറ്റ്, ഇക്കുറി കണ്ടാമൃഗത്തിന് എന്ത് ഗ്രാൻഡ് കിട്ടും എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത്തരം കഥകളൊക്കെ അന്ന് അതായത് ഈ അധ്യാപകൻ്റെ ജീവിതം നന്നാക്കാൻ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ബില്ലുണ്ടാക്കാൻ മുണ്ടശ്ശേരിക്ക് പ്രേരകമായ കഥകളാണ്. ഈ പൊറ്റക്കാടിൻ്റെ കണ്ടാമൃഗവും കാരൂരിൻ്റെ ഈ അത്ഭുത മനുഷ്യൻ പോലെയുള്ള ഈ കഥകളും പിന്നീട് അധ്യാപകരുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള ബില്ല്, വിദ്യാഭ്യാസ ബില്ല്, അത് ഗവൺമെൻറ്റിൻ്റെ വിമോചന സമരത്തിന് തന്നെ കാരണമായ ബില്ലാണ്. ആ ബില്ല് തയ്യാറാക്കാൻ ജോസഫ് മുണ്ടശ്ശേരിയെ പ്രേരിപ്പിച്ചത് ഈ കഥകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അത് പറയുമ്പോഴും ഇവിടെയൊക്കെ ഒരു തൊഴിൽ മേഖലയിലെ ഒരു പ്രശ്നം എന്നുള്ളത് കവിഞ്ഞ്, അല്ലെങ്കിൽ ഒരു തൊഴിൽ സുരക്ഷിതത്വമോ അതിൻ്റെ ഒരു തൊഴിൽ പ്രശ്നം എന്നതിൽ കവിഞ്ഞ് അധ്യാപകൻ്റെ നൈതികത അധ്യാപനത്തിൻ്റെ നൈതികത ഇവരുടെ ആരുടെയും വിഷയമായിരുന്നില്ല. അധ്യാപകൻ്റെ ജീവിത പ്രാരബ്ധങ്ങൾ, അതാണ് ഈ കഥകൾ, പിന്നീട് വന്ന കഥകൾ. അക്ബറിലേക്കൊക്കെ എത്തുമ്പോൾ പോലും അത് ഒരു തമാശ പറയാനുള്ള ഒരു അവസരം എന്നതിൽ കവിഞ്ഞ് അധ്യാപന ജീവിതത്തിൻ്റെ ഒരു നൈതികതയെപ്പറ്റി ഉള്ള ഒരു ഉത്കണ്ഠ ഇവരുടെ ഒന്നും കഥകളിലില്ല. പിന്നെ ഇനിയിപ്പോൾ ചോദിച്ച ചോദ്യം ഇതല്ലാതെ എന്തൊക്കെയുണ്ട്? എനിക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു ഉദാഹരണം, ഇവിടെ ഈ തൊഴിലില്ലായ്മയുടെ പ്രശ്നമൊക്കെ സൂചിപ്പിച്ചല്ലോ സുധീഷ്. പെട്ടെന്ന് തോന്നുന്ന ഒരു ഉദാഹരണം ഈ ഉതുപ്പാൻ്റെ കിണർ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. അതായത് ഒരു മനുഷ്യൻ, കഥ ഇപ്പം ഞാൻ ചോദ്യം വന്നപ്പോഴാണ് ഞാൻ കഥ 50 കൊല്ലം മുമ്പ് വായിച്ചൊരു ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്, വിശദാംശങ്ങളൊക്കെ തെറ്റുണ്ടാവാം. ഒരു മനുഷ്യന് ഒരു കവലയിൽ പലരും കൂടുന്നൊരു അങ്ങാടിയിൽ അയാളുടെ ഒരു സ്വപ്നമാണ്, ഒരു കിണർ വേണം. അയാൾ വളരെ ഉതുപ്പാൻ എന്ന് പേരായി നാട്ടുകാർക്കൊക്കെ വെള്ളം കോരാൻ പാകത്തിലുള്ള ഒരു കിണർ അയാൾ കുഴിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ഒരു ആനന്ദമാണ് ഈ ആൾക്കാർ വന്ന് ഇവിടുന്ന് ഈ കിണറിൽ വെള്ളം കോരിക്കൊണ്ട് പോകുന്നത് കാണുന്നത്. ഉതുപ്പാൻ്റെ വലിയൊരു ആനന്ദമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഈ പൈപ്പ് വഴി വെള്ളം ഇത് കൊണ്ടിരുന്നത്, കോർപ്പറേഷൻ്റെ പഞ്ചായത്തിൻ്റെ മറ്റോ പൈപ്പ് വരുന്നത്. അപ്പോൾ ഓർഡർ വന്നു, അവിടെയുള്ള കിണറുകളെല്ലാം മൂടണം, കാരണം പൈപ്പ് വെള്ളം വരികയാണ്, കിണറുകളെല്ലാം മൂടണം എന്നുള്ള ഓർഡർ വന്നു. അപ്പോൾ ഉതുപ്പാൻ്റെ കിണറും മൂടും. അന്ന് അയാൾ ആ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണെന്ന് തോന്നുന്നല്ലേ. ഉതുപ്പാൻ താൻ കുഴിച്ച കിണറ്റിൽ ചാടി ആത്മഹത്യ എന്നുള്ളൊരു കഥയാണ്. വാസ്തവത്തിൽ ഇത് നമ്മുടെ ഗ്രാമങ്ങളെ വിഴുങ്ങിക്കൊണ്ട് കടന്നു വരുന്ന നാഗരികതയുടെ ഒരു സന്നിവേശത്തെ പറ്റിയുള്ള
വളരെ ദീർഘദർശനമുള്ള ഒരു കഥയാണ്. ഗ്രാമീണ സൗഭാഗ്യങ്ങളെയും പിന്നെ അതിൻ്റെ സൗന്ദര്യങ്ങളെയും എല്ലാം കെടുത്തിക്കൊണ്ട് ഗ്രാമത്തിലേക്ക് കടന്നു കയറുന്ന ആധുനികതയുടെയും നാഗരികതയുടെയും ഒരു കടന്നു കയറ്റത്തെപ്പറ്റി ഉള്ള ഇപ്പം നമ്മുടെ ഇടശ്ശേരി കുറ്റിപ്പുറം പാലമൊക്കെ എഴുതിയതുപോലെ ആ ഒരു നഗരത്തിൻ്റെ അധിനിവേശത്തെ പറ്റിയുള്ള ആദ്യകാല കഥകളിലൊന്നാണ് ആയിട്ട് വായിക്കാൻ. അപ്പം ഇങ്ങനെ ഇന്നും പ്രസക്തമായ ഒട്ടനവധി വിഷയങ്ങൾ, അതായത് മനുഷ്യൻ്റെ ആർത്ഥികവും ബൗദ്ധികവുമായ പ്രശ്നങ്ങളെ, ഇപ്പോൾ ചെകുത്താൻ്റെ കുപ്പായം എന്നാണെന്ന് തോന്നുന്നു ഒരു കഥയുടെ പേര് അല്ലേ, ചെകുത്താൻ്റെ കുപ്പായം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കഥകളൊക്കെ അതൊക്കെ ഒരു എന്താണ് ജീവിതത്തിൽ പുലർത്തേണ്ട ധാർമ്മികതയെ സംബന്ധിച്ച ചില ദർശനങ്ങളാണ്. അപ്പോൾ ഇത്തരം പിന്നെ ഒരുപാട് വിഷയങ്ങൾ, ഈ അധ്യാപക ലോകത്തിന് അപ്പുറത്തുള്ള ഒരുപാട് വിഷയങ്ങൾ കാരൂർ വളരെ ദീർഘദർശനത്തോടുകൂടി നേരത്തെ പറഞ്ഞ ശില്പഭദ്രമായിട്ടും തന്നെ, ഇപ്പം നേരത്തെ പറഞ്ഞ കഥ ഒരു കുട നന്നാക്കാനുണ്ടോ എന്നുള്ള കഥയുടെയൊക്കെ സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കഥയുടെ ഘടനയൊന്നുമല്ല ഉള്ളത്. ഒരു എന്താണ്, ഒരു സംഭവ വിവരണത്തിൻ്റെ ഒരു പ്രത്യേക നറേഷൻ്റെ രീതി വ്യത്യസ്തമാണ്, വളരെ ആധുനികമാണ്. നമ്മൾ കാണുന്നത് പോലെയുള്ള ആദിമധ്യാന്തങ്ങളുള്ള ഒരു കഥയൊന്നും അല്ല അത്. അതൊരു കണ്ടു കഴിഞ്ഞാൽ ഒരു സംഭവ വിവരണം പോലെ പോകുന്ന കഥയാണ്. പക്ഷെ അവിടെയും ഒരു വലിയ ജീവിത പ്രശ്നം, തൊഴിലില്ലായ്മ എന്നുള്ള അതിൻ്റെ തൊഴിലിൻ്റെ അഭിമാനം എന്നുള്ള ആ ഒരു ജീവിത പ്രശ്നം വളരെ സരസമായിട്ട് അവതരിപ്പിക്കാൻ കാരൂരിനെ, അതായത് ഇന്നും പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരാൾ ആ കാലത്തെ പലരെയും പോലെ, ഇപ്പം പൊറ്റക്കാടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, പൊൻകുന്നം വർക്കിയുടെ കാര്യം പറഞ്ഞു, കഥയിൽ കവിതയിൽ വേറെ പലരും ഉണ്ട് ഇതേ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്ത. ആ മട്ടിലേക്കൊക്കെ നമ്മുടെ ചർച്ച നീളുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അതാണ് ഈ ചോദ്യത്തിനായിട്ട് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സർ. നമ്മൾ കാരൂർ കഥകളുടെ ശൈലിയെക്കുറിച്ച് പറയുമ്പോൾ MT പറയുന്ന ഒരു വാക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ കഥകളിലെ അച്ചടക്കമാണ് കഥകളിലെ മഹത്വത്തിന് കാരണമെന്ന്. ഈ അച്ചടക്കം എന്നുള്ള പദം കൊണ്ട് കാരൂർ കഥകളുടെ പ്രത്യേകതകൾ എങ്ങനെ നമുക്ക് വിശദമാക്കാമെന്ന് VR സാർ ഒന്ന് പറഞ്ഞാൽ. അച്ചടക്കം എന്നതുകൊണ്ട് MT ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സംക്ഷിപ്തതയാണ്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വലിയ ലോകം സൃഷ്ടിക്കുന്ന ഒരു കലയാണ് ചെറുകഥ. നോവലിൽ അങ്ങനെ ചുരുങ്ങിയ വാക്കുകളൊന്നും വേണ്ട. നോവലിൽ ഇഷ്ടംപോലെ വാക്കുകളും വാചകങ്ങളും വരാം. പക്ഷെ കഥയിൽ അത് അഭംഗിയായിട്ട് മാറും. എത്ര പരിമിതമായ വാക്കുകൊണ്ട് സൂക്ഷ്മ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കഴിയുമോ അത്രത്തോളം ഒരു കഥയുടെ സൗന്ദര്യം കൂടും എന്നാണ്. അതിന് മലയാളത്തിലെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കാരൂരിൻ്റെ കഥകൾ. കൂടുതലായിട്ടൊന്നും കാരൂർ പറയില്ല. ഒരു വാചകം പറഞ്ഞാൽ ആ വാചകം അത് 3 ദിക്കുകളിൽ അത് മുഴങ്ങി കേൾക്കാം. ഞാനൊരു കഥ ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ കാരൂർ അങ്ങനെ പ്രേമ കഥകളൊന്നും എഴുതിയിട്ടില്ല എന്ന ആളുകൾ പറയുമെങ്കിലും കാരൂരിൻ്റേതായിട്ട് ഒരു പ്രേമ കഥയുണ്ട്. കഥ ഈ ഇതില്ലേ ഇവിടെ കുത്തുന്ന സാധനത്തിന് ഇവിടെ കുത്തുന്ന സേഫ്റ്റി പിൻ എന്നാണ് ആ കഥയുടെ പേര്. ഈ പറഞ്ഞതുപോലെ ഒരു പാവം പിടിച്ച അധ്യാപകനാണ് അതിലെ നായകൻ. അയാൾക്ക് ദാരിദ്ര്യമാണ്. അയാൾ വേറെ എവിടെ നിന്നോ വന്നതാണ്. കല്യാണം കഴിച്ചിട്ടില്ല. 3 നേരത്തെ ഭക്ഷണം വേണം. ചില നേരത്തെ അയാൾ ഭക്ഷണം കഴിക്കില്ല കാശില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുവാൻ തൊട്ടപ്പുറത്ത്, സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തൊരു വീട്ടിൽ ആരോ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അവിടെ നിന്ന് ഭക്ഷണം കിട്ടും, അവർ ഭക്ഷണം തരും, അവർക്ക് മാസത്തിൽ പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ അറേഞ്ച് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. എല്ലാ ഉച്ചക്കും അദ്ദേഹം ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും. ആ വീട്ടിൽ ആ വീട്ടുകാരിയുണ്ട്, അവരുടെ മകളുണ്ട്. മകളൊരിക്കലും പുറത്തേക്ക് വരില്ല, മകൾ അകത്ത് തന്നെയാണ്. വീട്ടുകാരിയാണ് ഭക്ഷണം വിളമ്പുന്നത്. അപ്പോൾ ആ മകളെ ഒരിക്കലും കാണാൻ സാധിക്കുന്നില്ല. പിന്നീട് മകളെ കണ്ടു. വീട്ടുകാരി ഇല്ലാത്തൊരു ദിവസം മകളാണ് വന്ന് ഭക്ഷണം വിളമ്പുന്നത്. അങ്ങനെ
ആ മകളെക്കുറിച്ച് അയാൾ അറിയുകയാണ്. മകള് കല്യാണം കഴിച്ചതാണ്, പക്ഷേ ഭർത്താവുമായി സ്വരച്ചേർച്ചയിലല്ല. ഭർത്താവിനോട് അവൾക്ക് യാതൊരു താല്പര്യവും ഇല്ല. ഭർത്താവ് അവളേക്കാൾ എത്രയോ വയസ്സ് കൂടിയ ഒരാളാണ്. അയാൾ ഇടയ്ക്കൊക്കെ അവിടെ വരും. ഈ മാസ്റ്റർ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്തും അയാൾ ചിലപ്പോൾ അവിടെ വരാറുണ്ട്. പക്ഷെ അവളൊന്നും മിണ്ടില്ല. അയാൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് എന്താ കഴിക്കേണ്ടത് വെച്ചാൽ അതും കഴിച്ചിട്ട് അയാൾ പോവുകയും ചെയ്യും. അപ്പോൾ ഇയാൾ അറിഞ്ഞ വേറൊരു കാര്യം, അയാൾ വളരെ സമ്പന്നനാണ്. ഇവളെ പൊന്നുകൊണ്ട് മൂടാൻ അയാൾ തയ്യാറാണ്. പക്ഷെ ഇവൾക്ക് അയാളുടെ പൊന്നും വേണ്ട, അയാളുടെ സമ്പത്തും വേണ്ട, ഒന്നും വേണ്ട. അയാളുടെ ഒന്നും അവൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ മാസ്റ്ററോട് അവൾക്ക് ചെറിയൊരു ഇഷ്ടം തോന്നുകയാണ്. ഈ മാസ്റ്ററുടെ ഈ ഷർട്ടിൻ്റെ ഇവിടെ അന്നത്തെ കാലത്തെ ഒരു ഫാഷനാണ്, ഈ ഒരു സേഫ്റ്റി പിന്നിങ്ങനെ കുത്തി വെക്കും. അത് ഓരോ സാമ്പത്തിക നില അനുസരിച്ചാണ്. ധനികരൊക്കെ സ്വർണം കൊണ്ടുള്ള സേഫ്റ്റി പിന്നാണ്, ചിലർ വെള്ളി കൊണ്ടുള്ള സേഫ്റ്റി പിന്നാണ്. ഈ മാസ്റ്റർ ഒരു 8 അണ വിലയുള്ള ഒരു സേഫ്റ്റി പിൻ ഇവിടെ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നു. ഒരു ദിവസം ഇവള് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പം ഇവള് ഈ സേഫ്റ്റി പിന്നിനെ കുറിച്ച് ചോദിച്ചു. നല്ല രസമുണ്ട്, എനിക്കത് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പം അയാൾ ചോദിച്ചു, വേണോ, ഞാൻ ഇത് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ ഇത് വേണ്ട, അത് അവിടെ കിടന്നോട്ടെ, അത് അവിടെ കിടക്കുന്നതാണ് നല്ല ഭംഗി, എനിക്ക് വേറൊന്ന് മേടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാളിങ്ങനെ ആലോചിക്കുകയാണ്, ഈ സ്ത്രീക്ക് വേണമെങ്കിൽ സ്വർണം കൊണ്ടുള്ള സേഫ്റ്റി പിന്ന് മേടിച്ചു കൊടുക്കാൻ ആ ഭർത്താവ് തയ്യാറാണ്. ഇപ്പോൾ എൻ്റെ ഈ 8 അണ വിലയുള്ള ഈ സേഫ്റ്റി പിന്നാണോ ഇവൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അയാളിങ്ങനെ ആലോചിച്ച് പോവുകയാണ്. പക്ഷേ നേരത്തെ തോമസ് മാഷ് പറഞ്ഞ പോലെ ഒരു നൈതിക ബോധം, അധ്യാപകൻ എന്നുള്ളത് കൊണ്ട് ഇവളോട് തൻ്റെ ഇഷ്ടം പറയാൻ പറ്റുന്നില്ല. ഇവളോട് ഒരു വിധത്തിലും അയാൾക്ക് അടുക്കാൻ കഴിയുന്നില്ല. അവൾ പറയുന്നത് അയാൾ കേൾക്കുന്നു, അയാൾ പറയുന്നത് അവൾ കേൾക്കുന്നു. അതിൽ കവിഞ്ഞ് വേറെ ഒരു വർത്തമാനവും ഇല്ല. സേഫ്റ്റി പിന്നെ അവൾക്ക് മേടിച്ചു കൊടുക്കണം എന്നുള്ളത് അയാളുടെ ഒരു മോഹമാണ്. അപ്പോൾ അവളിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കകം അയാൾക്ക് ട്രാൻസ്ഫർ വരികയാണ് വേറൊരു സ്കൂളിലേക്ക്. അങ്ങനെ അയാൾ അവിടെ വിട്ട് പോവുകയാണ്. പിന്നെ ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, അവൾക്ക് സേഫ്റ്റി പിൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. കഥയുടെ അവസാനത്തിൽ കാര്യം ഒരു ഒറ്റ വാചകം എഴുതുന്നു, ഇന്ന് സേഫ്റ്റി പിന്നേ ഇല്ല, പക്ഷെ പിന്നുകൊണ്ട് കുത്തുന്ന മാതിരി വേദന മാത്രം. ഇത്രയേ പറഞ്ഞുള്ളൂ. അതാണ് ഈ പറഞ്ഞ എന്താ എംടിയുടെ വാചകം, എന്താ അച്ചടക്കം എന്ന് പറയുന്നത്. വേണമെങ്കിൽ വിശദമായിട്ട് പറയാം. 2 വാചകത്തിൽ അത് നിർത്തിയിരിക്കുന്നു. ഇന്ന് സേഫ്റ്റി പിന്നില്ല, പിന്നുകൊണ്ട് കുത്തുന്ന വേദന മാത്രം. പ്രേമത്തിൻ്റെ ആ വേദന പിന്നുകൊണ്ട് നെഞ്ചിൽ കുത്തുന്നത് പോലെയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ആണ് വാക്കുകളുടെ അച്ചടക്കം എന്ന് പറയുന്നത്. താങ്ക് യു സർ. നമുക്ക് സമയം കുറവായതുകൊണ്ട് പെട്ടെന്ന് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കാരൂരിൻ്റെ ഒരു കഥയിൽ പറയുന്നൊരു വാചകം വായിച്ചപ്പോൾ വളരെയധികം മനസ്സിലൊന്ന് കൊണ്ടു. വാചകം ഇതാണ്: സാറിനും പട്ടിക്കും ചോറ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ അടുക്കള അടയ്ക്കരുതോ എന്നൊരു ഗൃഹനാഥൻ ചോദിക്കുകയാണ്. സാറിനും പട്ടിക്കും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞെങ്കിൽ അടുക്കള അടയ്ക്കരുതോ എന്ന് ചോദിക്കുകയാണ്. എനിക്കൊരു സംശയം തോന്നുന്നു സർ, ഏറ്റവും മഹത്വമുള്ള ഒരു ജോലിയാണ് അധ്യാപക ജോലി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സാറിൻ്റെ ക്ലാസ്സിലിരുന്നിട്ടും മറ്റു പല അധ്യാപകരുടെ ക്ലാസ്സിലിരുന്നും മനസ്സിൽ പൊട്ടി മുളച്ച ഒരു ആഗ്രഹമാണ് അധ്യാപികയാവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം അത്രയും മഹത്വമായി കാണുന്ന ഒരു തൊഴിലിൽ അന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കാതെ, അതുപോലെ തന്നെ ഒരു കൂലിപ്പണിക്കാരൻ്റെ ശമ്പളം പോലും കൊടുക്കാതെ ആ തൊഴിലിനെ അങ്ങനെ ആ തൊഴിൽ ചെയ്യുന്ന ആളുടെ കഥകൾ നമ്മൾ ഒരുപാട് കഥകൾ വായിക്കുന്നുണ്ട്. വാദ്യാർ കഥകളിൽ അധ്യാപക കഥകളുടെ സമാഹാരം തന്നെയുണ്ട്. അതിലൊക്കെ പറയുന്നത് വായിച്ചു നോക്കുമ്പോൾ ദാരിദ്ര്യം, പട്ടിണി, സാമ്പത്തിക പ്രയാസം, ജോലി അസ്ഥിരത, മാനേജ്മെൻറ്റ് ചൂഷണം, ഇതൊക്കെ തന്നെയാണ് കഥകളിൽ പറയുന്നത്. ഇത്രയും മഹത്വമുള്ള ഒരു തൊഴിലിനെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയധികം അധപ്പതിച്ച് കാണിക്കുന്ന ഒരവസ്ഥ എന്തുകൊണ്ടായിരിക്കാം എന്നൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. KVT സർ. അത് അതിന് ഉത്തരം പറയണമെങ്കിൽ വളരെ സമയം വേണ്ടി വരെങ്കിലും ചുരുക്കി പറയാം. ഒന്നാമത്തെ കാര്യം, എല്ലാത്തിനെയും പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഏറ്റവും
കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലിയാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കല്പം, അംഗീകൃതമായ സങ്കല്പം. ഇതിപ്പോൾ ഒരു വീട്ടമ്മയോട് ചോദിക്കുകയാണ്, ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് ജോലി, എനിക്ക് ജോലിയൊന്നുമില്ല എന്നാണ് പറയുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ വീട്ടിലെല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുകയും വീട്ടിലെ സകല ജോലി ചെയ്യുകയും എല്ലാവരും കിടന്നു കഴിഞ്ഞ് മാത്രം കിടക്കുകയും ആ വീട്ടിൽ ഏറ്റവും അധികം അധ്വാനിക്കുകയും ചെയ്യുന്ന ആ സ്ത്രീയോട് ചോദിച്ചാൽ എനിക്ക് ജോലിയൊന്നും ഇല്ല എന്നാണ് പറയുക. ജോലിയില്ല. കാരണം അതൊന്നും ഒരു ജോലിയായിട്ട്, കാരണം അതൊന്നും ശമ്പളം കിട്ടുന്നതല്ല, അതൊന്നും ഒരു ജോലിയായിട്ട് നമ്മൾ അംഗീകരിച്ചില്ല. ശമ്പളം കിട്ടുന്നതാണ്, അത് ശമ്പളത്തിൻ്റെ കൂടെ കിമ്പളവും കൂടെ കിട്ടുന്നതാണെങ്കിൽ ആ ജോലിക്കാണ് മാന്യത. ഏറ്റവും കൂടുതൽ കൈക്കൂലി കിട്ടുന്ന ജോലിയാണ് ഏറ്റവും നല്ല ജോലിയായിട്ട് നമ്മുടെ സമൂഹം അംഗീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ സാമ്പത്തിക അധ്യാപകൻ്റെ ജോലി നേരത്തെ പറഞ്ഞതുപോലെ തൂപ്പുകാരന് 30 രൂപ ഉണ്ടെങ്കിൽ അധ്യാപകൻ 5 രൂപ ഉള്ളെന്ന് പറയുമ്പോൾ അധ്യാപകൻ്റെ ജോലി തരം താണതാണ് എന്നുള്ള സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിനെപ്പറ്റി വിശദീകരിക്കാൻ പോയ സമയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അധ്യാപക ജീവിതത്തിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ ഈ ഉത്തരവുമായി ബന്ധിപ്പിച്ച് ഞാനൊരു 1/2 മിനിറ്റ് കൊണ്ട് OV വിജയൻ എഴുതിയ ഒരു കഥ വായിക്കാം, എന്നിട്ട് അതിൻ്റെ ബാക്കി പറയാം. OV വിജയൻ്റെ കഥയാണ്, താല്പര്യമുള്ളവരെടുത്തൊന്ന് വായിച്ച്. കന്നുകാലികൾ എന്നാണ് കഥയുടെ പേര്. 1/2 മിനിറ്റേ വേണ്ടൂ ഇത് വായിക്കാൻ. കന്നുകാലികൾ എങ്ങനെ ഉണ്ടാകുന്നു അധ്യാപകൻ ചോദിച്ചു. ക്ലാസ് മുറിയാണ്. കന്നുകാലികൾ എങ്ങനെ ഉണ്ടാകുന്നു അധ്യാപകൻ ചോദിച്ചു. കന്നുകൾക്ക് കാല് മുളയ്ക്കുമ്പോൾ കന്നുകാലികൾ ഉണ്ടാകുന്നു കുട്ടി പറഞ്ഞു. തെറ്റ്, അധ്യാപകൻ പറഞ്ഞു. എന്നിട്ട് അധ്യാപകൻ പാഠപുസ്തകത്തിൽ നിന്ന് ഇപ്രകാരം വായിച്ചു: ആരും കന്നുകാലികളായി ജനിക്കാറില്ല, മറിച്ച് 15 കൊല്ലത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം ജോലിയും ഭാര്യയും കാറും ടെലിവിഷൻ സെറ്റും നേടുന്നു. കാലക്രമത്തിൽ കുഞ്ഞുണ്ടാവുകയും വീട് വയ്ക്കുകയും ചെയ്യുന്നു. കൂട്ടം ചേർന്ന് പുരോഗതി പ്രാപിക്കുന്നു. അങ്ങനെ തലയിൽ കൊമ്പ് മുളയ്ക്കുന്നു. അല്ലെങ്കിൽ തൊഴിൽശാലയിലോ വയലിലോ ജോലി ചെയ്യുന്നു. അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലോ ഓഫീസുകളിലോ അധ്വാനിക്കുകയും യാതന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂട്ടം ചേർന്ന് വിപ്ലവം സൃഷ്ടിക്കുന്നു. ഇതിൻ ഫലമായും തലയിൽ കൊമ്പ് മുളയ്ക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെയത്രേ കന്നുകാലികൾ ഉണ്ടാവുന്നത്. ഇത് കേട്ട കുട്ടിക്ക് വിഷമമായി. കന്നുകാലി ആകാതിരിക്കാൻ വല്ല വഴിയുമുണ്ടോ? അവൻ അധ്യാപകനോട് ചോദിച്ചു. തൻ്റെ കൊമ്പുകളുടെ മുരട് ചൊറിഞ്ഞുകൊണ്ട് അധ്യാപകൻ പറഞ്ഞു, അറിഞ്ഞുകൂടാ. ഇത്രയേ ഉള്ളൂ കഥ. അപ്പോൾ ഇത് നമ്മുടെ അധ്യാപന വൃത്തിയുടെയും വിദ്യാഭ്യാസത്തിന് സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതിയുടെയും ആകെ മൊത്തമുള്ള അതിൻ്റെ ജീർണതയുടെയും അനുഭവം ഏറ്റവും നന്നായി അവതരിപ്പിക്കുന്ന ഒരു കൊച്ചു കഥയാണ് OV വിജയൻ്റെ കന്നുകാലികൾ. ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാം ജീർണിക്കുകയും നശിക്കുകയും ചെയ്യുന്നുള്ള. ഇത് പറഞ്ഞതാരാണെന്ന് എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു കാര്യം, നമ്മൾ പറഞ്ഞല്ലോ കാരൂരും പൊറ്റക്കാടും പിന്നീട് വന്ന അക്ബർ കക്കട്ടിലും ഒക്കെ അധ്യാപക ജീവിതത്തെപ്പറ്റി അധ്യാപനത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട്. P. വത്സല ഒരു നോവൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് ജീവിതകാലം മുഴുവൻ നോവലിസ്റ്റായി ജീവിച്ച P. വത്സലയുടെ പാളയം എന്ന നോവല് അധ്യാപക ജീവിതമാണ്. പക്ഷേ അതിലൊരിടത്തും അധ്യാപക ജീവിതത്തിൻ്റെ ഈ നൈതികമായിട്ടുള്ള പ്രശ്നമോ അതിൻ്റെ ധർമ്മ സംഘർഷങ്ങളോ ആ ഒരു അധ്യാപകൻ്റെ സന്ദേശം എന്താണെന്നോ പറയുന്നില്ല. ഇത്തരം കൊച്ചു വർത്തമാനങ്ങൾ, ലോൺ കിട്ടാത്തതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വളരെ കൊച്ചു വർത്തമാനങ്ങളായിട്ടാണ് ഈ വത്സലയുടെ പാളയം എന്ന് പറയുന്ന നോവല്. പക്ഷേ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്കിൻ്റെ ഇതിഹാസം വാസ്തവം അതിന് എത്രയോ വ്യാഖ്യാനങ്ങളാവാം. നിങ്ങളന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അധ്യാപകൻ്റെ കഥ കൂടിയാണത്. രവി ഖസാക്കിൽ എത്തുന്നത് ഒരു അധ്യാപകനായിട്ടുണ്ട്, ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകനായിട്ടാണ്. അയാൾ അവിടുത്തെ മനുഷ്യരിൽ ഒരാളായി അവരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെട്ട് അയാൾ ജീവിക്കുകയാണ്. ഒരു അധ്യാപകൻ്റെ ധർമ്മം സ്വന്തം ജീവിതം കൊണ്ട് അവരുടെ വിഷമങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു അധ്യാപകനെ നിങ്ങൾക്ക് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു അധ്യാപകൻ എന്താണ് എന്നും എന്തല്ല എന്നും, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതി എന്താണെന്നാണ് OV വിജയൻ്റെ മറ്റൊരു ചെറിയ കഥയിലൂടെ പറയുന്നത്. സാറിൻ്റെ ഈ കഥ കേട്ടപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാൻ തോന്നിയത്, സാർ നമ്മൾ ഈ കാലങ്ങൾ മാറുന്നതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ജീവിതത്തിനും ഒക്കെ. നമ്മുടെ ഈ ഒരു കോവിഡ് കാലത്തിന് ശേഷം നമ്മുടെ അധ്യാപകരുടെ മൂല്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നതായിട്ട് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോവിഡിന് ശേഷം
നമ്മുടെ കഥകളിൽ അധ്യാപക കഥകൾ എന്ന് പറഞ്ഞ് എഴുതുന്നവർ, സാറ് പറഞ്ഞ മാതിരി നമുക്ക് അധ്യാപകരെ കഥകൾ കണ്ടെത്തി വ്യാഖ്യാനിക്കാം എന്നല്ല, കാരൂർ എഴുതിയതുപോലെ അധ്യാപക കഥകൾ എഴുതുന്ന ഒരു കഥാകൃത്ത് എന്നുള്ള ലേബലിൽ അറിയപ്പെടുന്നവർ കുറവാണ് ഈ കാലത്ത്, മറ്റ് പല കഥകളും എഴുതുന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഈ കോവിഡ് കാലത്തിന് ശേഷം അധ്യാപകരുടെ മൂല്യവും ഗുരു ശിഷ്യ ബന്ധവും നമ്മൾ ഇന്നത്തേതിലേക്ക് വരുമ്പോൾ സാറിൻ്റെ അനുഭവത്തിൽ ഒന്ന് വിശദമാക്കാവോ? കോവിഡ് ഒരു നിമിത്തമായി എന്നേ ഉള്ളൂ. അവിരാമമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയെ ത്വരിതപ്പെടുത്തിയ ഒരു സംഭവം മാത്രമാണ് കോവിഡ്. കാരണം അധ്യാപകനില്ലാതെയും പഠിക്കാം എന്നുള്ള ഒരു സന്ദേശം നൽകി. ഗുരുവിനും ശിഷ്യനും മധ്യത്തിൽ പുസ്തകം ഗുരുതരമായ തടസ്സമല്ലോ എന്ന് പറയും. പലപ്പോഴും അധ്യാപകനാണ് തടസ്സമാവുന്നത്. നമ്മുടെ ഇന്നത്തെ സിലബസ്, ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ സുധീഷുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ കോളേജിലെ മലയാളത്തിൻ്റെ സിലബസ് ഇത്രയും വഷളാവാൻ കാരണം ഞങ്ങൾ അധ്യാപകർ തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പഠിപ്പിക്കാൻ. അപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന വിഷയം മാത്രം പഠിപ്പിക്കാനായിട്ട് നിർദ്ദേശിക്കുക എന്നുള്ളതാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ സിലബസിൽ വെള്ളം ചേർത്ത് തുടങ്ങിയത്. കാരണം ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഒരു നിരന്തരമായൊരു പ്രക്രിയ. ഒന്നാമത്തെ അധ്യാപനം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയുടെ എല്ലാം അറിയുന്ന ഒരു, പണ്ടൊക്കെ അധ്യാപകൻ അങ്ങനെയായിരുന്നു. ഇപ്പം ആദ്യകാലത്തെ അധ്യാപകനായിരുന്ന അരിസ്റ്റോട്ടിൽ, മഹാധ്യാപകനായ അരിസ്റ്റോട്ടിൽ എല്ലാ വിഷയവും അറിയുന്ന ആളായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്ത് വേണം അങ്ങേക്കെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ സസ്യങ്ങൾ കൊണ്ടുവരണം. ടാക്സോണമി എന്ന് പറയുന്ന സസ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹം എല്ലാത്തിൻ്റെയും പിതാവായിരുന്നു. സാഹിത്യ ശാസ്ത്രം, പോയറ്റിക്സ്, ഇതൊക്കെ എഴുതിയ ആളാണ്. അപ്പം അന്ന് അങ്ങനെ എല്ലാത്തിൻ്റെയും അധികാരിയായിരുന്നു അധ്യാപകൻ അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്ന ആൾ. പക്ഷെ കാലം ചെല്ലും തോറും ഈ അധികാരം എന്ന് പറയുന്നത്, അതായത് ആധികാരികത എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ആർക്കും ഒന്നിൻ്റെയും അധികാരിയാവാൻ പറ്റില്ല എന്ന് വന്നിരിക്കുന്നു. ഒരു പറയാറുണ്ട്, എം ഗോവിന്ദിന് ശേഷം ഗുരു എന്ന സങ്കല്പം മലയാളത്തിൽ മരിച്ചു വീണു. കാരണം എല്ലാം അറിയുന്ന ഒരാൾ ഇന്ന് സാധ്യമല്ല. മാത്രമല്ല ഒരു അധ്യാപകൻ്റെ സഹായം ഇല്ലാതെയും പഠിക്കാം എന്ന് തെളിയിച്ച ഒരു സംഭവമാണ് ഈ കോവിഡ്. അപ്പോൾ എൻ്റെയൊക്കെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ കയറാതെ നടക്കുന്ന കുട്ടികളാണ് പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് മേടിക്കുന്നത്. കാരണം അവർ, പണ്ടത്തെ ചൊല്ലുണ്ട്, ആചാര്യാത് പാദം ആദത്തെ, പാദം ശിഷ്യ സ്വമേധയാ, പാദം സബ്രഹ്മചാരിഭ്യ, പാദം കാലക്രമേണ. ആചാര്യന്മാരിൽ നിന്ന് 4 ഗ്രഹിക്കുന്നു, 4 ഗ്രഹിക്കുന്നുള്ളൂ എന്ന് ഓർക്കണം. 4 ശിഷ്യൻ സ്വബുദ്ധിയാൽ ഗ്രഹിക്കേണ്ടു, ശിഷ്യൻ സ്വന്തം ബുദ്ധി. 4 സതീർത്ഥ്യന്മാരിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് 4 ഗ്രഹിക്കണം. 4 കാലക്രമത്തിൽ വരേണ്ടത്. കാലമാണ് ഗുരു. അപ്പോൾ ആചാര്യന്മാരിൽ നിന്ന് പണ്ടെങ്കിൽ 4 കിട്ടുമായിരുന്നു. ഇന്ന് ആചാര്യന്മാരിൽ നിന്ന് യാതൊന്നും ഗ്രഹിക്കേണ്ട എന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതാണ് ഈ കോവിഡിന് ശേഷം, അല്ലെങ്കിൽ കോവിഡ് തെളിയിച്ചത്. ഈ അധ്യാപകൻ ഇല്ലെങ്കിലും, ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ അധ്യാപകരുടെ തൊഴിലിൻ്റെ പ്രശ്നമാണ്, അധ്യാപകരില്ലെങ്കിലും പഠിക്കാം എന്ന് തെളിയിച്ചു. കാരണം വേറെ അധ്യാപകന് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് വന്നു, പുതിയ സാങ്കേതിക വിദ്യകൾ വന്നു, അധ്യാപകനേക്കാൾ ആശ്രയിക്കാവുന്ന യന്ത്ര സംവിധാനങ്ങൾ വന്നു. ഗൂഗിൾ ചേച്ചിയോട് ചോദിച്ചാൽ വഴി തെറ്റാതെ, ചിലപ്പോൾ കുഴി ചാടിക്കും, എന്നാൽ പോലും അത്ര അല്ലേ, ഗൂഗിൾ ചേച്ചിയുടെ വഴി ചോദിച്ച് ചിലപ്പോൾ പോയി നമ്മൾ പുഴയിലും കുളത്തിലും ചാടും. അധ്യാപനത്തിലും ഉണ്ട് ഗൂഗിൾ ചേച്ചിയുടെ ഇടപെടൽ. എന്നാൽ പോലും ഒരു അധ്യാപകൻ്റെ സഹായം ഇല്ലാതെ പഠിക്കാവുന്ന നമ്മുടെ സാങ്കേതിക വിദ്യയുടെ പുരോഗതി ആ മട്ടിലാക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ അധ്യാപകൻ്റെ ധർമ്മവും കർമ്മവും പുനർനിർവചിക്കപ്പെടേണ്ട ഒരു, പണ്ടത്തെ പോലെ എല്ലാം അറിയുന്ന ഒരാളല്ല, കുട്ടികളെ അവരവരുടെ കഴിവ് വെളിയിൽ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രചോദകൻ്റെ ജോലിയാണ്. അതായത് ഈ ഹനുമാന് ഇവിടേക്ക് ചാടാനായിട്ട്, ലങ്കയിലേക്ക് ചാടാൻ നിന്നപ്പോൾ, ഹനുമാനല്ല, കുരങ്ങന്മാർ ആരുണ്ടടാ ചാടാൻ 100 യോജന ചാടാൻ എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തർ പറഞ്ഞു എനിക്ക് 50 യോജന ചാടാം. 50 യോജന ചാടിയാൽ നീ കടൽ വീണ് ചത്തു. അപ്പോൾ 75 യോജന ചാടിയാലും പോല. അപ്പം അങ്കദൻ പറഞ്ഞു ഞാൻ 75 യോജന ചാടാൻ പോരല്ലോ. അപ്പം 100 യോജന ചാടിയാലും പോലെ അവിടെ നിന്ന് രാക്ഷസന്മാരടിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. കാരണം തീരെ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 100 യോജന അങ്ങോട്ടും ചാടണം, തിരിച്ചും ചാടണം. ഇപ്പം ജാമ്പവാൻ അറിയാം ഹനുമാൻ ഇതിനുള്ള കഴിവുണ്ട്, പക്ഷേ ഹനുമാൻ അതിനുള്ള ഇത് പറയാനുള്ള കോൺഫിഡൻസ് ഇല്ല. കാരണം അങ്ങനെ ഒരു ശാപമുണ്ട്, ഹനുമാന് കോൺഫിഡൻസ് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ജാമ്പവാൻ ചെന്ന് ഹനുമാനോട് പറഞ്ഞു നീ ചാടും, നിനക്ക് കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയതും തിരിച്ചു. അതായത് പുറത്ത് തട്ടി നിനക്ക് കഴിയുമെന്ന് പറയാൻ ഉള്ള ഒരാളിൻ്റെ ജോലിയാണ് ഇന്നത്തെ അധ്യാപകന്
വാസ്തവത്തിൽ ഉള്ളത് അങ്ങനെ. അതായത് നിങ്ങൾക്ക് ഈ സൈക്കിള് ഓടിക്കാൻ പഠിച്ചവരാണുള്ളത് നിങ്ങളൊക്കെ. ഈ സൈക്കിള് പഠിപ്പിക്കുന്ന ഗുരു എല്ലാവർക്കും കാണും, സൈക്കിൾ ഓട്ടം പഠിപ്പിക്കാനുള്ള ഒരു ഗുരു. ഈ ഗുരുവിന് സൈക്കിൾ ഓട്ടം അറിയണമെന്നില്ല. ഗുരു പുറയിൽ ഇങ്ങനെ പിടിച്ചാൽ മതി, ഈ ഇതിൻ്റെ കാരിയറിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കുകയുള്ളൂ. ഗുരുവിന് സൈക്കിൾ ഓടിപ്പിക്കാൻ അറിയാവുന്ന ഒരു ആൾ വേണമെന്നൊന്നുമില്ല. നമ്മൾ ഇതൊക്കെ കയറിയിരുന്ന് ചവിട്ടി സ്വന്തം ബാലൻസ് ഉണ്ടാക്കുകയാണ്. അതിനെ സഹായിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ഈ സൈക്കിൾ ഓട്ടം പഠിപ്പിക്കുന്ന ആൾ. അയാൾ പുറകിൽ നമ്മുടെ ബാലൻസ് തെറ്റാതെ നമുക്കൊരു ധൈര്യം തരുന്ന ആൾ മാത്രമാണ്. ഇന്നത്തെ ലോകത്ത് അധ്യാപകന്റെ റോൾ അതും ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ളതും മാത്രമാണ്. കുട്ടികളെ അവരവരുടെ ആത്മാവിൽ അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ കഴിവുകൾ പുറത്തെടുക്കാൻ പ്രേരിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രചോദകന്റെ റോളാണ് വാസ്തവത്തിൽ ഇന്ന് ഒരു അധ്യാപകനുള്ളത്. എല്ലാം അറിഞ്ഞ് ശിഷ്യനിലേക്ക് ഇങ്ങനെ കോരിച്ചൊരിയുന്ന ഒരു പഴയകാല ഗുരുവല്ല ഇന്നത്തെ കാലത്ത് ആവശ്യം. ശിഷ്യന് അവനവൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുത്ത് ക്കാനുള്ള ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരാളാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. സാറിൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഒരു മാറ്റവും ഇല്ല. 95, 98 MCCയിൽ നിന്ന് കേട്ട അതേ ക്ലാസ് തന്നെ അതേപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. സാറ് ഹനുമാൻ്റെ ചാട്ടവും ചിന്താവിഷ്ടയായ സീത ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അതേ ഒരു അനുഭവത്തിലേക്ക് സാറ് തിരിച്ചു കൊണ്ടുപോയി. എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാൻ VR സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, പിന്നെ ഈ കാരൂർ കഥകളിൽ കാണുന്ന മാനേജ്മെൻറ്റ് ചൂഷണം, ജോലി അസ്ഥിരത, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ള അവസ്ഥ, അത് അന്നത്തെ കാലത്തെ ഒരു നേർചിത്രമായിരുന്നു എന്നൊന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതേ അവസ്ഥ തന്നെ നമ്മുടെ ഈ കാലത്തും ഉണ്ടാവുന്നില്ലേ പ്രൈവറ്റ് മേഖലയിൽ എന്നുള്ളതും. അതുപോലെ തന്നെ സാറൊക്കെ എനിക്ക് തോന്നുന്നു പഠിച്ച ഉടനെയൊക്കെ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്ത് തുടങ്ങിയിട്ടാണോ എയ്ഡഡിലേക്ക് എത്തിയെന്ന് എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ടോ സാർ? അങ്ങനെ മാനേജ്മെൻറ്റ് മേഖലയിൽ, പ്രൈവറ്റ് മേഖലയിൽ സാറ് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അപ്പം സാറ് ആ ഒരു അനുഭവം, അന്ന് സാറ് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്തിരുന്ന, ഞാൻ മനസ്സിലാക്കിയത് രണ്ടുപേരും തുടക്കം പ്രൈവറ്റ് മേഖലയിലായിരുന്നു എന്നാണ്. അപ്പം ആ അനുഭവം ഇന്നത്തെ നമ്മുടെ ഈ പ്രൈവറ്റ് മേഖലയിൽ ഉണ്ടാകുന്ന അവസ്ഥയും സാർ ഒന്ന് നമുക്കൊന്ന് വിശദമാക്കി തരാൻ പറ്റുമോ? ഇന്നും അധ്യാപകർക്ക് അരക്ഷിതാവസ്ഥയുണ്ട്. വിദ്യാർത്ഥികൾ കൊഴിയുമ്പോൾ പലപ്പോഴും അവരുടെ പോസ്റ്റിന് തകരാറ് സംഭവിക്കും. വിദ്യാർത്ഥികൾ കൊഴിയുന്നു എന്നുള്ളത് സ്കൂളിലും കോളേജിലും ഒക്കെയുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കുട്ടികളൊന്നും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നില്ലല്ലോ. നമ്മുടെ കുട്ടികളൊക്കെ വെളിയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ പഠിച്ച് ബിരുദമെടുക്കാനൊന്നും നമ്മുടെ കുട്ടികൾക്ക് യാതൊരു താല്പര്യമില്ല. അപ്പം എല്ലാ കോളേജുകളിലും എല്ലാ സ്കൂളുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒക്കെയും ധാരാളമായിട്ട് ഒഴിവുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഇത്തവണത്തെ അഡ്മിഷൻ. ഇത്തവണ അതിൻ്റെ ഒരു കണക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്രത്തോളം കുട്ടികൾ ഇല്ലാതെയായിരിക്കുന്നു ചില. ഇത് തന്നെ കോളേജിലും സംഭവിക്കുന്നു. ഈ ഡിവിഷൻ ഫോള് സംഭവിക്കുന്നു. അപ്പം അധ്യാപകർക്ക് പോസ്റ്റ് നഷ്ടപ്പെടുന്നു. അവർ ട്രാൻസ്ഫർ വാങ്ങിയിട്ട് അവർക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് പോകുന്നു. 2-3 അധ്യാപകർ പഠിപ്പിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഒരു അധ്യാപകൻ മാത്രമേ ഉള്ളൂ എന്നുള്ള സ്ഥിതി വരുന്നു. കാലം കുറച്ച് കഴിയുമ്പോൾ ഇത് കൂടുതൽ രൂക്ഷമാവുകയും നമ്മുടെ കോളേജുകളിലൊക്കെ വിരലിൽ എണ്ണാവുന്ന കുട്ടികൾ മാത്രമായിട്ട് മാറും എന്നാണ് ഇതിൻ്റെ വിദഗ്ധരൊക്കെ പറയുന്നത്, വിദ്യാഭ്യാസ വിദഗ്ധരൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതിൻ്റെ ആരംഭമാണ് കാരൂർ തൻ്റെ കഥകളിൽ കാണിച്ചു തന്നത്. അന്നത്തെ മാനേജ്മെൻറ്റിൻ്റെ ചൂഷണം അത് പലതരത്തിൽ ഇന്നത്തെ അധ്യാപകർ അനുഭവിക്കുന്നുണ്ട്. അത് പലതരത്തിൽ ഇന്നത്തെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നുണ്ട്. അതിങ്ങനെ തുടർച്ചയായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു കഥയുടെ പേര് തന്നെ കാരൂർ നൽകിയത് സാറിനും പട്ടിക്കും എന്നാണ്. നേരത്തെ അത് റീന പറഞ്ഞു, സാറിനും പട്ടിക്കും എന്നാണ്. ഇപ്പോൾ രണ്ടും ഒരുപോലെയാണ് ഉച്ചരിക്കുന്നത്. അതായത്
താൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥി വളരെ ധനികനായിട്ട് എവിടെയോ ഉണ്ട്. അപ്പോൾ ഇവിടെ അധ്യാപകൻ റിട്ടയർ ചെയ്തപ്പോൾ അധ്യാപകന് വേറെ ജോലിയൊന്നുമില്ല. അപ്പോൾ അവൻ വിചാരിച്ച എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് കരുതിയിട്ട് അവനൊരു കത്തയക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? അപ്പം അവൻ്റെ മറുപടി വരുന്നു, സാറിന് ഇപ്പം തരാനുള്ളൊരു ജോലിയൊന്നും ഇവിടെ ഇല്ല, ഒരു കാര്യം ചെയ്യാം, എൻ്റെ മകനെ ഈ വീട്ടിൽ വന്ന് താമസിച്ച് പഠിപ്പിച്ചാൽ അത് വളരെ നല്ലതായിരിക്കും, അങ്ങനെ ഒരു ജോലി ഞാൻ തരാമെന്ന് പറഞ്ഞു. അത് സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ പഴയ അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥിയുടെ വീട്ടിൽ പോയിട്ട് താമസിക്കുകയാണ്. എന്നിട്ട് ആ വിദ്യാർത്ഥിയുടെ മകനെ, വിദ്യാർത്ഥി ഇപ്പോൾ വലിയ ആളായി, വിദ്യാർത്ഥിയുടെ മകനെ അവിടെ പഠിപ്പിച്ച് അവിടെ താമസിക്കുകയാണ്. അപ്പോൾ രാത്രി ആകുമ്പം ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം, ഇങ്ങനെ ഒരു സംഭാഷണം കേൾക്കും, ഉച്ചത്തിലൊരു സംഭാഷണം അകത്ത് നിന്ന് കേൾക്കും. സാറിനും പട്ടിക്കും, സാറിന് പുറത്താണ് സാറിൻ്റെ മുറി, അപ്പോൾ അവിടെയാണ് സാറ് കിടക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് വിളിച്ചു ചോദിക്കുന്നത്, സാറിനും പട്ടിക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉമ്മറ വാതിൽ അടച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരേ ടോണിലാണ് അത് വരുന്നത്, സാറിനും പട്ടിക്കും എന്നുള്ളത് ഒരേ ടോണിലാണ് വരുന്നത്. സാറിനെ പോലെ തന്നെയാണ് പട്ടിയെയും, പട്ടിയെപ്പോലെ തന്നെയാണ് സാറിനെയും കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അന്നത്തെ ഒരു ദയനീയമായ അവസ്ഥയിൽ നിന്നും എത്രത്തോളം അധ്യാപക വൃന്ദം മുന്നേറി എന്നുള്ളത് അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ശക്തിയാണ്. പക്ഷേ ഇപ്പോഴും ഈ മേഖലയിൽ ഇത്തരം പിഴവുകൾ സംഭവിക്കുന്നുണ്ട്, ഇത്തരം ദൈന്യതകൾ ഉണ്ടായിത്തീരുന്നുണ്ട്. അതിനെ നേരിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. താങ്ക് യു സർ. ഇനി കൂടുതലായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, നമ്മുടെ സമയം കഴിഞ്ഞു തുടങ്ങി. പിന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപാട് വർഷത്തെ അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അതിഥികൾക്ക് എന്തെങ്കിലും സന്ദേശം കൊടുക്കാനുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ അധ്യാപകർക്ക് ഒരു പങ്കുണ്ടായിരുന്നു മുന്നേ. ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി ടെക്നോളജി വർദ്ധിച്ചപ്പോൾ ഒരുപാട് സ്വാധീനങ്ങൾ ചെലുത്തിക്കൊണ്ടാണ് തലമുറ വളരുന്നത്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമുക്ക് അധ്യാപകർ എന്നുള്ള മേൽവിലാസത്തിൽ സാറിന് എന്തെങ്കിലും സന്ദേശം കൊടുക്കാനുണ്ടോ എന്ന് KVT സാർ ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. അതെ, ഒറ്റ വാക്യത്തിലോ ഒരു മിനിറ്റ് കൊണ്ടോ പറയാവുന്ന ഒരു സംഗതിയല്ല. കാരണം ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ളത് അധ്യാപകരാണ്. മാറ്റിമറിച്ചവരെല്ലാം നല്ല അധ്യാപകരായിരുന്നു. അത് മോശം വിദ്യാർത്ഥിയെ പഠിപ്പിച്ച് മിടുക്കനാക്കുന്നവരാണ് നല്ല അധ്യാപകർ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ യേശുക്രിസ്തു, അദ്ദേഹം പഠിപ്പിച്ചത് മുഴുവൻ തീരെ വിവരമില്ലാത്ത ആളുകളെയാണ്. അന്നത്തെ നില പറഞ്ഞു കഴിഞ്ഞാൽ മുക്കുവരെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും എന്നൊക്കെ ചോദിച്ച ടീമാണ്. അപ്പോൾ അവരെ അല്ലാണ്ട് 99% മാർക്ക് കിട്ടിയ ആളെ പഠിപ്പിച്ചിട്ട് എൻജിനീയറിങ്ങിനും മെഡിസിനും അഡ്മിഷൻ മേടിച്ച് കൊടുക്കുന്ന അധ്യാപകരാണ് ഇന്ന് കൂടുതൽ തിരക്കുള്ളവർ. നമ്മുടെ ഇവിടെ ഈ ട്രെയിനിങ് അതിനുള്ള കോച്ചിങ് ക്ലാസ് നടത്തുന്നത് അവർ അല്ലെങ്കിൽ തന്നെ കിട്ടുന്നവരാണ്. അവരെ തന്നെ പഠിപ്പിച്ച് അങ്ങനെയുള്ളിടത്തോട്ടാണ് ആളുകൾ തിരക്കി കയറുന്നത്. നേരെ മറിച്ച് ഏറ്റവും താഴേക്കിടയിലുള്ള വിദ്യാർത്ഥിയെ പഠിപ്പിച്ച് മിടുക്കനാക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് മഹത്തായ ഒരു കലയാണ്. അതൊരു വെറും തൊഴിലായിട്ട്, പ്രത്യേകിച്ചും നേരത്തെ ഇതിനു മുമ്പ് ചോദിച്ച ചോദ്യം, ഞാനത് അതായത് പണ്ടത്തെ ഈ പാരല കോളേജിൻ്റെ അങ്ങനെയൊക്കെ തുടങ്ങിയവരാണ് ഞങ്ങൾ. അന്ന് ഈ പാരല കോളേജിൽ ചെല്ലുമ്പോൾ തൊഴിൽ സുരക്ഷിതത്വം എന്ന് പറയുന്നൊരു വലിയ ഭീഷണിയാണ്. നമുക്ക് നമ്മുടെ മുഴുവൻ കഴിവും പ്രകടിപ്പിച്ചാൽ മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാനാവുകയുള്ളൂ. അത് കഴിഞ്ഞ് സ്ഥിരം ജോലിയിൽ വന്നു, UGC ശമ്പളം കിട്ടി, അങ്ങനെ എല്ലാം സുരക്ഷിതമായപ്പോൾ വിജയൻ പറഞ്ഞതുപോലെ തലയിൽ കൊമ്പ് മുളയ്ക്കും. അധ്യാപകന് തലയിൽ ഇനിയൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ റിട്ടയർ ചെയ്യുന്നത് വരെ ഇങ്ങനെ അങ്ങ് പൊയ്ക്കോളും, ഫ്രീ ആയിട്ട് പൊയ്ക്കോളും എന്നുള്ള ഒരു അമിത സുരക്ഷിതത്വം വലിയ ഒരു ആലസ്യത്തിലേക്ക് നമ്മുടെ അധ്യാപക സമൂഹത്തെ അധ്യാപക സമൂഹത്തെ നയിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഫലങ്ങളാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കണ്ടു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത് മാറാൻ നമ്മൾ സമ്മതിക്കില്ല. പരമ്പരാഗതമായ കോഴ്സുകളൊക്കെ ഒന്നൊന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, കോളേജുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ ആ മാറ്റങ്ങളെ നമ്മൾ വേണ്ട വിധം നേരിടുന്നില്ല. പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങളെ നേരിടാനായിട്ട്
തലമുറകളെ നയിക്കേണ്ട ഒരു ചുമതല അധ്യാപകനുണ്ട്. അധ്യാപകൻ വളരെ വിദഗ്ധമായിട്ട് അതിൽ നിന്ന് തൻ്റെ സുരക്ഷിതത്വം മാത്രം നോക്കി മാറി നിൽക്കുന്നു എന്നുള്ള ഒരു അപകടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിന്ന് നയിക്കേണ്ട ആളാണ് അധ്യാപകൻ. ആ ജോലി നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു തൊഴിൽ മാത്രമായി അധ്യാപനത്തെ കാണുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് എന്ന് മാത്രമേ എനിക്ക് ഇതിനെപ്പറ്റി ഇപ്പോൾ പറയാനുള്ളൂ. സർ പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു. VR സുധീഷ് സാറിന് എന്താണ് നമ്മോട് പറയാനുള്ളത് എന്ന് നോക്കാം. നല്ല അധ്യാപകരുള്ള ഒരു കാലം നമുക്കുണ്ടായിരുന്നു കേരളത്തിൽ. എല്ലാ മേഖലകളിലും, എല്ലാ വിഷയത്തിലും വലിയ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ അവർ ഓർമ്മിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളുടെ ഓർമ്മയിൽ അവർ മായാതെ നിൽക്കുന്നുണ്ട്. ഒരു നല്ല അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ആ അധ്യാപകൻ്റെ സ്മാരകം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയുടെ ഹൃദയത്തിലാണ്. ആ വിദ്യാർത്ഥി ഈ ഭൂമി വിട്ടു പോകുന്നത് വരെ അധ്യാപകൻ അയാളുടെ കൂടെ ഉണ്ടായിരിക്കും. എത്രയോ ഏറെ നല്ല അധ്യാപകർ കടന്നുപോയ ഒരു ദേശമാണ് മലയാള ദേശം. പക്ഷെ ഇന്ന് അങ്ങനെ നല്ല അധ്യാപകരെന്ന് പറയാവുന്നത് വളരെ പരിമിതമായ ആൾക്കാർ മാത്രമാണ്. ഒരാളുടെ പേരിലൊന്നും ഒരു കലാലയമോ വിദ്യാലയമോ ഇന്ന് അറിയപ്പെടുന്നില്ല. ഒരു നല്ല അധ്യാപകൻ പഠിപ്പിക്കുന്ന സ്കൂളാണ്, കലാലയമാണ് എന്ന് ഇന്നാരും ഒരു കോളേജിനെ ചൂണ്ടി പറയുന്നില്ല. പണ്ട് മഹാരാജാസിനെയോ അല്ലെങ്കിൽ കൊല്ലം SNനെയോ അല്ലെങ്കിൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജിനെയോ ഒക്കെ ചൂണ്ടി അങ്ങനെ പറയായിരുന്നു, അവിടെയാണ് ഇന്ന് അധ്യാപകൻ എന്നുള്ളത്. പക്ഷെ ഇന്നൊന്നും അങ്ങനെ പറയാനില്ല. ഇന്നൊന്നും അങ്ങനെ പറയാനൊരു സ്കൂളും ഇല്ല. നമ്മുടെ കുട്ടികളുടെ ഭാവുകത്വം മാറിപ്പോയി, അഭിരുചി മാറിപ്പോയി. ഈ കുട്ടികളുടെ അഭിരുചി മാറിയപ്പോൾ അഭിരുചിയെ തിരുത്താനൊന്നും നമ്മുടെ അധ്യാപകർ തയ്യാറല്ല. ആ മാറിയ അഭിരുചിക്കൊത്ത് അവരോടൊപ്പം നിൽക്കാനാണ് അധ്യാപകർ ശ്രമിക്കുന്നത്. കുട്ടികൾ അവരുടെ മാറിയ അഭിരുചിയുമായി ഒരു വശത്തേക്ക്, അധ്യാപകർ നേരത്തെ തോമസ് മാഷ് പറഞ്ഞതുപോലെ അവരുടെ ആലസ്യവുമായി വേറൊരു വശത്ത്. ഇങ്ങനെയുള്ള ഒരു കാലത്തിൽ കുട്ടികൾക്ക് നമുക്കൊരു ഉപദേശവും നൽകാനില്ല, അധ്യാപകർക്കും നമുക്കൊരു ഉപദേശവും നൽകാനില്ല. കഴിയുന്നിടത്തോളം നല്ല അധ്യാപകനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കുട്ടികളോട് പറയാനുള്ളൊരു കാര്യമാണ്. നല്ല അധ്യാപകനെ തിരിച്ചറിയുക, നല്ല അധ്യാപകൻ്റെ നല്ല വചനങ്ങളെ തിരിച്ചറിയുക, നല്ല അധ്യാപകൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക, അത്ര മാത്രമേ പറയാൻ. നന്ദി സർ, നല്ല വാക്കുകൾക്ക് നന്ദി. ഇന്നത്തെ തലമുറയിൽപ്പെട്ട അധ്യാപകരായ ഞങ്ങൾക്കുണ്ടാവുന്ന ഒരു പ്രയാസം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം അധ്യാപകർക്കില്ല എന്നുള്ള ഒരു വാസ്തവത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. കുട്ടികളെ സത്യം പറയണേ കുട്ടികളെ പേടിച്ച് ജീവിക്കേണ്ട ഒരു അധ്യാപക ലോകത്തിലേക്കാണോ കാലം പോകുന്നത് എന്ന് വരെ ഒരു സംശയമുണ്ട്. ഏതായാലും ചർച്ച അങ്ങോട്ടേക്ക് നീളാനുള്ള ഒരു സമയം നമുക്കില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ ഒരു ഹൃദയവേദന ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഒരു പരിമിതിയിലും പരിധിയിലും ഉൾക്കൊണ്ട് ഈ സർക്കിളിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്കുള്ള ഒരു വലിയൊരു സന്തോഷം ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പറയാനുള്ളത്, ഞാൻ സാറിനോട് സൂചിപ്പിച്ചിരുന്നു, എൻ്റെ അധ്യാപകനും എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനും മുന്നിൽ എൻ്റെ ഒരു രണ്ടാമത്തെ ചെറുകഥാ സമാഹാരത്തിൻ്റെ കവർ പേജ് റിലീസിങ് നടത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവം തന്ന നല്ലൊരു നിമിഷമായിട്ട് ഈ ഒരു സമയത്തെ ഞാൻ കാണുകയാണ്. അത് ആ പുണ്യ കൈകൾ കൊണ്ട് നിർവഹിക്കണം, രണ്ടുപേരും അത് ചേർന്ന് നിർവഹിച്ചു തരണം, അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമസ്കാരം സർ. PP അബ്ദുള്ള കുട്ടി സാർ ഞങ്ങളുടെ കോളേജ് ചെയർമാനാണ്. സർ ഇരിക്കും. സാർ വന്ന് നന്നായി നമ്മുടെ ഒരു കവർ പേജ് ഒരാശംസ. ഓക്കെ വളരെ സന്തോഷം. എൻ്റെ ഈ ഒരു കരിയറിൽ എൻ്റെ വളർച്ചയ്ക്കൊപ്പം നിന്ന ഒരു മാനേജ്മെൻറ്റാണ്. ഒരു പക്ഷേ ഞാൻ MES കോളേജിൽ എത്തിയില്ലായിരുന്നെങ്കിൽ
ഞാൻ ചിലപ്പോൾ മുരടിച്ചു പോകുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്കും സപ്പോർട്ടായ ഒരു അന്തരീക്ഷം, സഹപ്രവർത്തകർ, മാനേജ്മെൻറ്റ് അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ ചിന്തകളെ വളർത്താൻ സഹായിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ധന്യമുഹൂർത്തത്തിൽ മാനേജ്മെൻറ്റ് ചെയർമാനും കൂടി വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും നമ്മുടെ സമയം കഴിയാറായി. ഈ ഒരു പുസ്തകത്തിൻ്റെ കവർ പേജ് പ്രകാശനത്തിനായിട്ട് VR സുധീഷ് സാറേയും KVT സാറിനെയും അബ്ദുൾ കുട്ടി സാറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒരു കൈ സാറിൻ്റെ കൂടി വെച്ചാൽ സാറിന് വേണമെങ്കിലൊന്ന് പേരൊന്ന് അനൗൺസ് ചെയ്യായിരുന്നു. മൗനത്തിലാടുന്ന സ്വപ്നം കഥാസമാഹാരമാണ്. 10 കഥകളുടെ സമാഹാരമാണ്. ഉണ്ണികൃഷ്ണൻ സാറാണ് അവതാരിക എഴുതുന്നത്. ശ്രീമതി റീന ഗണേഷിൻ്റെ മൗനത്തിലാടുന്ന സ്വപ്നങ്ങൾ എന്ന ചെറുകഥാ സമാഹാരം, 10 കഥകളടങ്ങിയ സമാഹാരം. ആ സമാഹാരത്തിൻ്റെ കവറാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിപ്പം പുസ്തകമായി വരും. എല്ലാവരും വായിക്കുക. റീനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ മുൻകാല ശിഷ്യ ഇവിടെ ഈ പുസ്തകം മൗനത്തിലാടുന്ന സ്വപ്നങ്ങൾ എന്ന പുസ്തകത്തിന് എല്ലാ വിജയങ്ങളും നേരുന്നു. ഒരു കഥയുള്ള ആളാണ് എൻ്റെ ശിഷ്യത്തി എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കോളേജിൻ്റെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയ റീന ഗണേഷ് മണേശ്ശേരി നേരത്തെ ഒരു കവിതാ സമാഹാരം ഇറക്കിയിരുന്നു. അതെല്ലാവരും സ്വീകരിക്കുകയും നന്നായിട്ട് വായിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ രണ്ടാമത്തെ കൃതി മൗനത്തിലാഴുന്ന സ്വപ്നങ്ങൾ എന്ന കഥാസമാഹാരമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ പുസ്തകം ഇറക്കി അത് എല്ലാവർക്കും വായിക്കാൻ എത്തിച്ചു കൊടുക്കണം. നല്ലൊരു പുസ്തകമായിട്ടത് മാറട്ടെ. നല്ല കഥകൾ അതിലൂടെ വായനക്കാരിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് റീന ഗണേഷിന് എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സാർ. എല്ലാവരുടെ പ്രാർത്ഥനകൾക്കും നന്ദി. എൻ്റെ ഒരു ആഗ്രഹം കൂടി, എൻ്റെ ആദ്യ പുസ്തകം എൻ്റെ സാറിന് കൊടുക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. അത് സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. VR സുധീഷ് സാറിന് നേരത്തെ ഞാൻ എത്തിച്ചു കൊടുത്താണ്. എന്നാലും ഈ ഒരു ദിവസത്തെ ഓർമ്മയ്ക്ക് വേണ്ടി സാറിന് ഒന്നുകൂടി ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നു. നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്. അടുത്ത സെഷൻ ഉടൻ തന്നെ ആരംഭിക്കും. ആരും പോവരുത് എന്ന് അപേക്ഷിക്കുന്നു. നല്ല സമയം